ഹലോ, നമ്മളുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സ്പെഷ്യലായിട്ട് വളരെ ടേസ്റ്റി ആയിട്ടും എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ പോപ്കോണിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പകുതി സവാള, അതുപോലെ ഒരു 4-5 അല്ലി വെളുത്തുള്ളി, ചെറിയ 2 പീസ് ഇഞ്ചി, ഇത്രയും സാധനങ്ങൾ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് ഏകദേശം 1/4 കപ്പ് അളവിൽ വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് അരച്ച് ജ്യൂസ് ആക്കി എടുക്കാൻ പോവാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മളത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു 3/4 കിലോയോളം ചിക്കനാണ്, ബോൺലെസ് ചിക്കനാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിലുള്ള കഷ്ണത്തിൽ നിന്നൊക്കെ ബോൺലെസ് പീസസ് മാത്രം കട്ട് ചെയ്തിട്ട് ചെറിയ ചെറിയ പീസാക്കി എടുക്കുകയാണ്. അപ്പോൾ ഇതിലും ചെറിയ പീസാക്കിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഫുൾ അളവിൽ സാധാരണ ബ്ലാക്ക് പെപ്പർ പൗഡർ, കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ജ്യൂസാക്കി വെച്ചിട്ടുള്ള അതിൻ്റെ ആ ഒരു ജ്യൂസ് മാത്രം, അതിൻ്റെ അരപ്പൊന്നും ഇടണ്ട, അതൊന്ന് അരിച്ചിട്ട് ഇതുപോലെ ആ ജ്യൂസ് മാത്രം ഒന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ആ കറക്റ്റ് ഫ്ലേവറൊക്കെ അതിലേക്ക് കിട്ടിക്കോളും. പിന്നെ നമുക്കിതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ അളവിൽ നാരങ്ങ നീരോ അല്ലാന്നുണ്ടെങ്കിൽ വിനാഗിരിയോ ചേർക്കാം, ചെറിയൊരു പുളിക്ക് വേണ്ടിയിട്ട് മാത്രം. അപ്പോൾ ഇതും കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു കോഴിമുട്ടയാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എല്ലായിടത്തും ഒരുപോലെ കുരുമുളക് പൊടിയും ഉപ്പും ഒക്കെ എത്തിക്കഴിയുമ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും വെക്കുക. ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ട് എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഫ്രിഡ്ജിൻ്റെ താഴെ വെച്ചാൽ മതി, ഫ്രീസറിൽ വെക്കണ്ട. പിന്നെ നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്തൊക്കെ വെക്കുന്ന സമയം കൊണ്ട് നമുക്കിതൊന്ന് കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 2 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു 1.25 ടീസ്പൂൺ അളവിൽ വൈറ്റ് പെപ്പർ പൗഡറാണ്. അതുപോലെ ഞാനൊരു 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി, സാധാ ബ്ലാക്ക് പെപ്പർ പൗഡറും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1.25 ടീസ്പൂൺ അളവിൽ കാശ്മീരി ചില്ലിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ചെറിയൊരു കളറും കിട്ടും, അതിനധികം എരിവുണ്ടാവില്ലല്ലോ. അപ്പോൾ അതും കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ചിക്കൻ സ്റ്റോക്കാണ്. അപ്പോൾ നമ്മളുടെ ആ പൊടിയുടെ ആ ഇതിന് ഒരു ചെറിയൊരു ചിക്കൻ്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം അതിൻ്റെ ആ കോട്ടിങ്ങിന്. ഇതില്ലാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്തേക്കാം, കുഴപ്പമൊന്നുമില്ല. വേറെ പ്രത്യേകിച്ച് ഒന്നും ചേർക്കേണ്ട, ഇത്രയും സാധനങ്ങൾ മാത്രം ചേർത്താൽ മതിയാവും. അപ്പോൾ ചിക്കൻ സ്റ്റോക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാഗിയുടെ ചിക്കൻ ക്യൂബ്സൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. പിന്നെ ആ ഒരു ക്യൂബ്സ് ചേർക്കുമ്പോൾ അതിൽ ഓൾറെഡി കുറച്ച് ഉപ്പുണ്ടാവും. അപ്പോൾ അതനുസരിച്ച് വേണം നമ്മൾ ഈ പൊടിയിലേക്ക് ബാക്കി ഉപ്പ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അതിനനുസരിച്ച് മാത്രമേ ഉപ്പ് ചേർത്തിട്ടുള്ളൂ. ഈ പൊടി ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എല്ലാ പൊടിയും ഒരുപോലെ ഒന്ന് മിക്സായി കഴിയുമ്പോൾ നമ്മൾ ആ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ അത് ഓരോ പീസാക്കി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ചിക്കൻ കംപ്ലീറ്റ് ആയിട്ട് ഈ പൊടി കൊണ്ടിട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് വേണം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം ഒന്ന് ഞാൻ വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ആ ഒരു ചിക്കൻ്റെ നനവിൽ ഒന്ന് ജസ്റ്റ് ആ പൊടിയിലൊന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് നേരം ഇരിക്കുമ്പോൾ അതിൻ്റെ മുകളിലൊക്കെ ആദ്യം പറ്റിയ പൊടിയൊക്കെ ഒരുവിധം കുതിർന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് വീണ്ടും ഒന്നും കൂടെ ഒരു ഡബിൾ കോട്ട് പോലെ വീണ്ടും വെള്ളത്തിലൊന്നും മുക്കണ്ട, ഒന്നും കൂടെ ഒന്ന് ഓരോ ട്രിപ്പായിട്ടെടുത്ത് ഒന്നും കൂടെ ഒന്ന് പൊടി കൊണ്ടിട്ട് ഒന്ന് നന്നായിട്ട് കോട്ട് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ചധികം ഓയിൽ വേണം, കാരണം ഏകദേശം ഒരു 3/4 ഭാഗത്തോളം മുങ്ങി നന്നായിട്ട് പൊരിക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ചധികം ഓയിൽ എടുക്കുന്നുണ്ട്. അപ്പോൾ ഓയിലൊക്കെ നന്നായിട്ട് ചൂടായി ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൻ്റെ നടുക്ക് വെച്ചിട്ട് റോ ചിക്കനല്ലേ, അപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടണമല്ലോ. അപ്പോൾ മീഡിയം ടു ഹൈ ഫ്ലെയിമിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ വേറെ മുളക് പൊടിയൊന്നും അധികം ചേർക്കാത്ത കാരണം നമ്മൾ ചിക്കൻ പൊരിച്ചതിന് ഒരുപാട് കളർ വ്യത്യാസം വരില്ല. പക്ഷേ പുറം ഭാഗം നല്ല ക്രിസ്പി ആയിരിക്കും, ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും. പിന്നെ നമ്മൾ KFC ചിക്കനൊക്കെ കഴിക്കുന്നതിൻ്റെ ആ ഒരു ടേസ്റ്റ് അല്ലെങ്കിലും ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇതിന് കിട്ടുന്നത്. അപ്പോൾ നമ്മളുടെ വീട്ടിൽ ചെറിയ ചെറിയ ഫങ്ഷനൊക്കെ നടക്കുമ്പോൾ വെറുതെ ഒരു ചിക്കൻ പൊരിച്ചത് വെക്കാതെ ഇങ്ങനെയൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ അട്രാക്റ്റീവ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ചിക്കനൊക്കെ മേടിക്കുമ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു പരുവത്തിൽ ഞാൻ കോരി വെച്ചിട്ടുണ്ട്. അപ്പോൾ സോസിൻ്റെ ഒക്കെ ഒപ്പം സെർവ് ചെയ്യാനോ അതുപോലെ നമ്മൾ സൈഡ് ഡിഷായിട്ട് വെറുതെ ചിക്കൻ ഫ്രൈ വെക്കാനും ഒക്കെ നല്ലൊരു ടേസ്റ്റുള്ള ഒരു വിഭവമാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് ഇനി കാണുന്നവരെ സ്റ്റേ സേഫ്, ടേക്ക് കെയർ, ബൈ.